സെൻകുമാർ വിഷയത്തിൽ സുപ്രീം കോടതി വിധി അന്തിമമാണെന്നും ഉചിതമായ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതി വിധിയുടെ തൊട്ടടുത്ത ദിവസം നടപടി പ്രതീക്ഷിച്ചവരാണ് കാലതാമസം ആക്ഷേപിക്കുന്നതെന്നും മുഖ്യമന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. അല്ല, അത് സുപ്രീം കോടതിയുടെ വിധിയാണല്ലോ. ആ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് ഉചിതമായ തീരുമാനം എടുക്കുക തന്നെ ചെയ്യും. അതിനകത്ത് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത്. അതാർക്കാണ് ആക്ഷേപം? അത് സംബന്ധിച്ച് അതൊക്കെ ഒരു ദിവസം വിധി വന്ന് പിറ്റേ ദിവസം തന്നെ നടപ്പാകുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായി. KT സ്വാലിഹ് കൂടി ചേരുകയാണ് വിവരങ്ങളുമായി. സ്വാലിഹ്, ഈ വിഷയത്തിൽ ഉണ്ടായ ആക്ഷേപങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? ഗ്രീഷ്മ, മുഖ്യമന്ത്രി പറഞ്ഞത് സുപ്രീം കോടതി വിധി അന്തിമമാണെന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഉചിതമായ സമയത്ത് തന്നെ അക്കാര്യത്തിൽ സർക്കാർ ഒരു നടപടിയെടുക്കും. ഇതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ഇന്ന് കോടതി വിധി വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ നടപടി ഉണ്ടാവണം എന്ന് പ്രതീക്ഷിച്ചവരാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ കാലതാമസം ഉണ്ടായി എന്ന ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്. വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യം സെൻകുമാറിന്റെ മുമ്പിലോ മറ്റോ ഇല്ല. ഈ ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ മുമ്പിലോ ഇല്ല. ഇക്കാര്യത്തിൽ ഉടനെ തന്നെ, അധികം വൈകാതെ തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അത് ഉചിതമായ നടപടി തന്നെയായിരിക്കും. കൃത്യസമയത്ത് തന്നെ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ കാര്യത്തിൽ വിധിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. കോടതി വിധി അന്തിമമാണ്. ഇക്കാര്യം സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗ്രീഷ്മ, KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. DGP TP സെൻകുമാറിനെതിരെ നടക്കുന്നത് 6ഓളം വിജിലൻസ് അന്വേഷണങ്ങൾ. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായി ചുമതല നിർവഹിക്കുമ്പോഴാണ് പരാതികൾ ലഭിച്ചത്. KTDFC മാനേജിംഗ് ഡയറക്ടറായിരിക്കെ ചട്ടങ്ങൾ മറികടന്ന് ലോൺ അനുവദിച്ചു. KSRTC MD ആയിരിക്കെ തമ്പാനൂർ ബസ് ടെർമിനൽ നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നു എന്നതടക്കമുള്ള പരാതികളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തുന്നത്. റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. സംസ്ഥാനത്തെ മുതിർന്ന IPS ഉദ്യോഗസ്ഥനും DGPയുമായ TP സെൻകുമാറിനെതിരെ 6ഓളം പരാതികളിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതായിട്ടാണ് വിവരം പുറത്തുവരുന്നത്. 2010-11 കാലയളവിൽ KTDFC മാനേജിംഗ് ഡയറക്ടറായിരിക്കെ ചട്ടങ്ങൾ മറികടന്ന് വിവിധ സ്ഥാപനങ്ങൾക്ക് ലോൺ അനുവദിച്ചിൽ ക്രമക്കേട് നടന്നു എന്നായിരുന്നു ആദ്യ പരാതി. രഹസ്യ വിവരത്തെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. തിരുവനന്തപുരം ശ്രീകാര്യത്തെ ഒരു സ്ഥാപനത്തിന് നൽകിയ വായ്പയിൽ തിരിച്ചടവ് മുടങ്ങിയത് സംബന്ധിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയതായിട്ടാണ് പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ UDF സർക്കാരിൽ മന്ത്രിയായിരുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിലെ അംഗത്തിന് ലോൺ നൽകിയതിലും ദുരൂഹതയുണ്ടെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. പ്രമാദമായ കണിച്ചുകുളങ്ങര കേസിലെ അന്വേഷണത്തിൽ പക്ഷപാതപരമായി പെരുമാറിയെന്നതാണ് മറ്റൊരു പരാതി. തിരുനെൽവേലിയിലെ സങ്കരൻകാട് വില്ലേജിലെ 50 ഏക്കറോളം വരുന്ന ഭൂമി സെൻകുമാറിൻ്റെ ഇടപെടൽ മൂലം നിക്ഷേപകർക്ക് ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി കണിച്ചുകുളങ്ങര ആക്ഷൻ കൗൺസിൽ കൺവീനർ VA ഹക്കിമാണ് വിജിലൻസിനെ സമീപിച്ചത്. പ്രതികളുടെ അടുത്ത ബന്ധുക്കളുമായി ഒത്തുകളിച്ചു എന്നതാണ് പരാതിയിലെ ആക്ഷേപം. സംസ്ഥാനത്തെ 2 വൻകിട പണമിടപാട് സ്ഥാപനങ്ങളുടെ ക്രമരഹിതമായ ഇടപാട് വിവരങ്ങളെപ്പറ്റി RBI നൽകിയ 2 കത്തുകൾ വിജിലൻസ് മേധാവിയായിരിക്കെ സെൻകുമാർ തുടരന്വേഷണം നടത്താതെ അവഗണിച്ചു എന്നതാണ് മറ്റൊരു പരാതി. KSRTCയുടെ മാനേജിംഗ് ഡയറക്ടറായിരിക്കെ തമ്പാനൂർ ബസ് ടെർമിനൽ നിർമ്മാണത്തിൽ ക്രമക്കേട് നടത്തിയെന്നതാണ് വേറൊരു പരാതി. 2 വർഷം കൊണ്ട് അവസാനിപ്പിക്കേണ്ടിയിരുന്ന നിർമ്മാണ പ്രവർത്തനം 4 തവണകളിലായി ദീർഘിപ്പിച്ച് നൽകി. കരാർ തുകയേക്കാൾ 10 കോടി രൂപ നിർമ്മാതാക്കളായ HML കമ്പനിക്ക് അധികമായി നൽകി എന്നിവയാണ് പരാതിക്കാരനായ പായ് ചിർണവാസിൻ്റെ ആരോപണങ്ങൾ. ഒരു കൂട്ടം KSRTC ജീവനക്കാർ നൽകിയ മറ്റൊരു പരാതിയിലും വയനാട്ടിലെ റവന്യൂ റിക്കവറിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിലും അന്വേഷണം നടന്നു വരുന്നതായിട്ടാണ് വിജിലൻസ് രേഖകൾ വ്യക്തമാക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. സമൂഹത്തിലെ പ്രശ്നപരിഹാരത്തിന് തോക്കും ലാത്തിയുമല്ല ബുദ്ധിയാണ് പോലീസുകാർ ഉപയോഗിക്കേണ്ടതെന്ന് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനവും പെൻഷൻ യാത്രയപ്പും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സാമൂഹിക സ്വസ്ഥതയ്ക്ക് പോലീസ് ഉപയോഗിക്കുന്ന ഉപകരണം കായികശേഷിയാണെന്നാണ് പലരും ധരിക്കുന്നത്. എന്നാൽ ഏതിനെയും കീഴടക്കാനുള്ള ശക്തമായ ആയുധം ബുദ്ധിയാണ്, മന്ത്രി പറഞ്ഞു. കായിക ശേഷി കൊണ്ടല്ല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത്. ഒരു പ്രശ്നവുമില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആയുധം തോക്കും വടിയും വാളും ഒന്നുമല്ല, ബുദ്ധിയാണ്. സമൂഹം മാനസികമായി വളരുമ്പോഴേ വികസനമുണ്ടാകൂ. ജനതയുടെ മാനസിക വളർച്ചയാണ് വികസനം. അതിൽ പോലീസിനുള്ള നിർണായക പങ്ക് തിരിച്ചറിഞ്ഞ് ചുമതല നിറവേറ്റാൻ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് KP ടോംസൺ അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
അൽഖ്വയ്ദിൽ ചേർന്ന മലയാളി കൊല്ലപ്പെട്ടതായി സൂചന. പാലക്കാട് ഹേമാംബിക സ്വദേശി അബു താഹിറാണ് മരിച്ചത്. എ.കെ. ലതീഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലതീഷ്, അബു താഹിർ കൊല്ലപ്പെട്ടത് എന്ന ഒരു സന്ദേശം ബന്ധുക്കൾക്ക് എങ്ങനെയാണ് എത്തിയത്? ഈ വിഷയത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? ഗ്രീഷ്മ, ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏപ്രിൽ 4-ന് സിറിയയിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ അബു താഹിർ കൊല്ലപ്പെട്ടതായാണ് ഖത്തറിലുള്ള ഒരു ബന്ധുവിന് ലഭിച്ച സന്ദേശം. ശബ്ദ സന്ദേശമാണ് ഇത്തരത്തിൽ ലഭിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ വീട്ടുകാർ ഇതുവരെ ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും പോലീസിൽ ഇത്തരത്തിലൊരു സൂചന അല്ലെങ്കിൽ ഈ ഒരു വിവരം പോലീസിനും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം NIA-യോ അതേപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള പോലീസ് സംവിധാനങ്ങളോ ഇതുവരെ തയ്യാറായിട്ടില്ല. 2013-ലാണ് അബു താഹിർ നാട്ടിൽ നിന്നും ഖത്തറിലേക്ക് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി പോകുന്നത്. എന്നാൽ അതിനുശേഷം ഖത്തറിൽ നിന്ന് ഇയാൾ ഉംറയ്ക്ക് പോവുകയാണെന്നുള്ള ഒരു വിവരം വീട്ടുകാർക്ക് ലഭിക്കുകയായിരുന്നു. പിന്നീട് അബു താഹിറുമായി യാതൊരു ബന്ധവും വീട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ശരി, എ.കെ. ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. കോടനാട് കേസിൽ ദുരൂഹതയില്ലെന്ന് തമിഴ്നാട് പോലീസ്. അതേസമയം രണ്ടാം പ്രതി സയാന്റെ ഭാര്യയുടെയും മകളുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടക്കും. പോസ്റ്റ്മോർട്ടം കഴിയുന്നതോടെ ഇവരുടെ മരണം അപകടമോ കൊലപാതകമോ എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. അതേസമയം കോയമ്പത്തൂരിൽ ചികിത്സയിൽ കഴിയുന്ന സയാനെ ചോദ്യം ചെയ്യാൻ പാലക്കാട് നിന്നുള്ള പോലീസ് സംഘം ആശുപത്രിയിലെത്തി. വിവരങ്ങളുമായി എ.കെ. ലതീഷ് ചേരുകയാണ്. ലതീഷ്, പ്രഥമ ദൃഷ്ട്യാ തന്നെ ദുരൂഹത ഉണർത്തുന്ന ഒരു സംഭവമായിരുന്നു ഇത്. ഇപ്പോൾ ഇതിൽ ദുരൂഹത ഇല്ല എന്ന തമിഴ്നാട് പോലീസിന്റെ വാദം ഏതൊക്കെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്? പാലക്കാട് കണ്ണാടിയിൽ ഇന്നലെ നടന്ന അപകടവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ദുരൂഹതയില്ലെന്നാണ് തമിഴ്നാട് പോലീസിന്റെ ഒരു സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. സയാന്റെ ഭാര്യ വിനുപ്രിയയും മകൾ നീതുവും വാഹനാപകടത്തെ തുടർന്നാണ് ഇന്നലെ മരിച്ചത്. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും കഴുത്തിൽ ആഴത്തിലുള്ള ഒരു മുറിവ് കണ്ടതാണ് സംശയം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇവർ രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടക്കുകയാണ്. കേരള പോലീസ് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സംശയം ഇപ്പോഴും അവർ വെച്ചുപുലർത്തുന്നുണ്ട്. അതായത് മരണം നടന്നത് ഏത് സമയത്താണ് എന്നത് സംബന്ധിച്ചൊരു കൃത്യത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലഭിക്കുന്നതോടെ കൈവശം കിട്ടുമെന്ന് തന്നെയാണ് പോലീസിന്റെ വിവരം. അതായത് 5:45 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് മരണം സംബന്ധിച്ച സമയവും എന്താണ് മരണകാരണം എന്നുള്ള കാര്യവും ഇതിൽ വ്യക്തമാവും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അതായത് ഏതെങ്കിലും തരത്തിൽ മനഃപൂർവ്വം ഉണ്ടായ ഒരു അപകടം തന്നെയാണ് എന്നാണ് പോലീസ് ഇപ്പോഴും സംശയിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയോ ഈ കുടുംബത്തെ അല്ലെങ്കിൽ സയാനെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമമോ ഇവർ നടത്തിയതായി ഇതുവരെ തമിഴ്നാട് പോലീസിന് വിവരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അപകടത്തിൽ ദുരൂഹതയില്ല എന്നുള്ള ഒരു നിലപാടിൽ തമിഴ്നാട് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ലതീഷ്, സയാന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്? അദ്ദേഹത്തെ ഇന്നലെ തന്നെ അടിയന്തര ശസ്ത്രക്രിയക്ക് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വിധേയനാക്കിയിട്ടുണ്ട്. ഇന്നലെ മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയതായും കോയമ്പത്തൂരിൽ നിന്നുള്ള മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയതായും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. എന്തായാലും പോലീസ് സംഘം പാലക്കാട് നിന്നുള്ള പോലീസ് സംഘം ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ കോയമ്പത്തൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആരോഗ്യനില തൃപ്തികരമാവുന്ന മുറയ്ക്ക് സയാനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ശരി, മറ്റു വാർത്തകളിലേക്ക്. ഇടുക്കി ഏലപ്പാറയിൽ ഹെലിബെറിയ തേയില ഫാക്ടറിയിൽ തീപിടുത്തം. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി. ഫയർഫോഴ്സ് തീയണയ്ക്കാൻ ശ്രമിക്കുകയാണ്. തിരികെ വാർത്തകളിലേക്ക്. ഗ്രൂപ്പ് തർക്കം രൂക്ഷമായതോടെ KPCC അധ്യക്ഷനെ നിശ്ചയിക്കാനാകാതെ ഹൈക്കമാൻഡ് വലയുന്നു. തിരഞ്ഞെടുപ്പ് വേണമെന്ന നിലപാട് എ ഗ്രൂപ്പ് ആവർത്തിച്ചു. തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഗ്രൂപ്പ് പോലെ രൂക്ഷമാകുമെന്ന് ഐ ഗ്രൂപ്പ് മുതിർന്ന നേതാക്കളും ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു. KPCC അധ്യക്ഷനെ നിശ്ചയിക്കാൻ രാഹുൽ ഗാന്ധി കേരളത്തിലെ നേതാക്കളുമായി ചർച്ചയുടെ പരമ്പര തന്നെ നടത്തുകയാണ്. രാഹുൽ ഗാന്ധിയുമായി കഴിഞ്ഞയാഴ്ച ചർച്ച നടത്തിയ കെ സുധാകരൻ ആവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന്. സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം. പാർട്ടി പ്രവർത്തകരുടെ വികാരം നിഴലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അത്തരമൊരു തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്ന കരുത്തുറ്റ നേതൃത്വത്തെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഗ്രൂപ്പ് ഒരു കയ്യാങ്കളിയിലേക്ക് നീങ്ങുമെന്നതിനാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷൻ കൂടിയായ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യത്തിൽ ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പ് അതോറിറ്റി തടസ്സമല്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് നമ്മൾ അനുകൂലമാണ്.
പക്ഷേ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഗ്രൗണ്ട് റിയാലിറ്റീസ്, ആ ഗ്രൗണ്ട് റിയാലിറ്റീസ് മനസ്സിൽ വെച്ചുകൊണ്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ ഗാന്ധിയെ കണ്ട ജില്ലാ അധ്യക്ഷന്മാരും MM ഹസനും സമവായത്തിന്റെ പാത സ്വീകരിച്ചു. സംഘടനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആകെയുള്ളത് ഒരു വാശിയേറിയ തെരഞ്ഞെടുപ്പല്ല, കഴിയുന്നിടത്തോളം ഒരു സമവായത്തിലൂടെ ഇപ്പോഴത്തെ ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കുന്ന കാര്യം ഞങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. 1 മാസത്തിലേറെ നീണ്ട ചർച്ചകൾ പൂർത്തിയാകുമ്പോൾ ഇതാണ് ഹൈക്കമാൻഡിന് മുമ്പിലെ ചിത്രം. വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി ഗ്രൂപ്പുകൾ രംഗത്ത്. അധ്യക്ഷനെ നിയമിക്കുന്നത് എളുപ്പമല്ലാത്തതിനാൽ രാഹുൽ ഗാന്ധി ചർച്ചകൾ ഇനിയും നടത്തുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ദില്ലി. പുനഃസംഘടന കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുമെന്ന് AK ആന്റണി. KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം ഹൈക്കമാൻഡ് സ്വീകരിക്കുമെന്നും ഇപ്പോൾ കേൾക്കുന്നതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും ആന്റണി പ്രതികരിച്ചു. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും കോൺഗ്രസിനില്ല. KPCCയുടെ നേതൃത്വത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ അകത്ത് ഒരു തർക്കവുമില്ല. അതൊക്കെ വേണ്ട പോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം കൈകാര്യം ചെയ്യും. മുതിർന്ന CPI നേതാവും മുൻ MLAയുമായ പള്ളിപ്രം ബാലൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ബാലസംഘം യൂണിറ്റ് സെക്രട്ടറിയായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച പള്ളിപ്രം ബാലൻ AIYF താലൂക്ക് സെക്രട്ടറിയായിരുന്നു. ദീർഘകാലം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. BKMU സംസ്ഥാന പ്രസിഡന്റ്, ട്രഷറർ, എബ്സോ, കേരള ആദിവാസി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മുൻ DGP അസഫ് അലിക്കെതിരെ പണം തട്ടിച്ചതിന് പരാതി. ന്യൂമാഹിയിലെ MM എഡ്യൂക്കേഷണൽ സൊസൈറ്റിയിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങൾക്കായി 80 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നാണ് പരാതി. UDF സർക്കാരിന്റെ കാലത്ത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിരുന്ന T അസഫ് അലിക്കെതിരെയാണ് കണ്ണൂർ വിജിലൻസ് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ന്യൂമാഹി പഞ്ചായത്തിലെ MM എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റായിരിക്കെ അധ്യാപക നിയമനം, വിദ്യാർത്ഥി പ്രവേശനം, സ്റ്റാഫ് നിയമനം എന്നിവയിൽ വൻ കോഴ ആവശ്യപ്പെട്ട് തട്ടിയെടുത്തതായും കണക്കുകൾ കമ്മിറ്റിക്ക് മുൻപാതെ ബോധ്യപ്പെടുത്താതിരിക്കുകയും ചെയ്തതായാണ് പരാതി. ക്ലാസ് 4 ജീവനക്കാരനായ നൌഷാദിൽ നിന്നും 7 ലക്ഷം രൂപയും 2016 സംസ്കൃത അധ്യാപിക നിയമനത്തിന് 17 ലക്ഷം രൂപയും 2017 കമ്പ്യൂട്ടർ ടീച്ചർ തസ്തികയിലേക്ക് തൃശൂരിലെ മോഹനകൃഷ്ണനിൽ നിന്ന് 32 ലക്ഷം രൂപയും പ്രസിഡന്റായ ആസിഫ് അലി നേരിട്ട് ചോദിച്ചു വാങ്ങിയതായാണ് പരാതി. ലാബ് അസിസ്റ്റന്റായി നിയമിച്ച വഹാബിന്റെ കയ്യിൽ നിന്നും 6 ലക്ഷം രൂപയും 2016 ഏപ്രിലിൽ നടന്ന 2 നിയമനങ്ങളിൽ 24 ലക്ഷം രൂപ വീതവും ആകെ 87 ലക്ഷം രൂപ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പേരിൽ തട്ടിയെടുത്തുവെന്നാണ് പരാതി. MM എഡ്യൂക്കേഷണൽ സൊസൈറ്റി മാനേജ് കമ്മിറ്റി അംഗം കതിരൂർ മൈലിക്കര സ്വദേശി അബ്ദുറഹിമാണ് പരാതിക്കാരൻ. മുൻ മാനേജർ M അഷ്റഫ്, നിലവിൽ PTA പ്രസിഡന്റായ P നൌഷർ, ഇന്റേണൽ ഓഡിറ്ററായ PK അബ്ദുൽ അസീസ് എന്നിവരും പരാതിക്കാരായുണ്ട്. +1 മാനേജ്മെന്റ് കോട്ടയിൽ 12 വീതം സീറ്റാണ് സർക്കാർ സ്കൂളുകൾക്ക് അനുവദിച്ചത്. ഒരു കുട്ടിയിൽ നിന്ന് 25,000 രൂപ വീതം 24 കുട്ടികളിൽ നിന്നും 6 ലക്ഷം രൂപ കോഴ വാങ്ങിയതായും പരാതിയുണ്ട്. റെസീറ്റ് പോലും നൽകാതെയാണ് ഇത് തട്ടിയെടുത്തതെന്നും പരാതിയിൽ പറയുന്നു. സൊസൈറ്റി നേരിട്ട് കെട്ടിട നിർമ്മാണം നടത്തുന്നതായി വ്യാജ തെളിവുണ്ടാക്കി നികുതി വെട്ടിപ്പ് നടത്തിയതായും പരാതിയിൽ പറയുന്നുണ്ട്. പ്രസിഡന്റ് അസഫ് അലിയുടെ ബിനാമിയായ ചാലക്കുടി സ്വദേശിക്ക് കോൺട്രാക്ട് നൽകിയതായും പരാതിയിൽ പറയുന്നു. പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും കോഴ ആവശ്യപ്പെടുന്നതിന്റെ ഫോൺ സംഭാഷണമടക്കം തെളിവിനായി പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മൂന്നാർ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള RSS-BJP ശ്രമം സംസ്ഥാന സർക്കാരിന്റെ സംയോജിത ഇടപെടൽ മൂലം ഇല്ലാതാക്കിയെന്ന് സ്വാമി ഹിമവൽ ഭദ്രാനന്ദ. കുരിശു പൊളിച്ചത് മുതലാക്കി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനായിരുന്നു ഇവരുടെ ശ്രമമെന്നും ഭദ്രാനന്ദ പറഞ്ഞു. മൂന്നാറിൽ കുരിശു പൊളിച്ചതിന്റെ മറവിൽ കലാപം സൃഷ്ടിക്കാനായിരുന്നു RSS-BJP ശ്രമം. എന്നാൽ ശക്തമായ ഇടപെടലിലൂടെ സർക്കാർ അതില്ലാതാക്കി. ഇതിനൊരു വർഗീയത അഴിച്ചുവിടാമെന്ന്, ഒരു കലാപം ഉണ്ടാക്കാമെന്ന് ഇവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവർ മുന്നോട്ട് വരികയും പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു വിഷയത്തിൽ പിണറായി സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തിരിച്ചടി വരുമെന്ന് ഈ സംഖ്യകൾ മനസ്സിലാക്കിയില്ല. BJPയെ നിയന്ത്രിക്കുന്നതിൽ 20% പേർ കൊടും അഴിമതിക്കാരാണ്. കുമ്മനം രാജശേഖരൻ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നാൽ BJPക്ക് കേരളത്തിൽ വൻ തിരിച്ചടിയാകും ഉണ്ടാവുകയെന്നും ഭദ്രാനന്ദ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഖാതറിട്ട സംഖ്യയാണെന്നും ഭദ്രാനന്ദ പറഞ്ഞു. അദ്ദേഹത്തിന് ഈ മഹിജ എന്ന് പറഞ്ഞ സ്ത്രീയോട് കാണിച്ച, ആ അമ്മയോട് കാണിച്ച ഈ ഭാവാഭിനയത്തിൻ്റെ 100-ൽ 1 ഭാവാഭിനയം അദ്ദേഹം ഹോം മിനിസ്റ്ററായിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ ആ റോജി റോയിയുടെ കുടുംബത്തിന് നീതി കിട്ടിയേനെ. ആ കിംസിൽ കൊല്ലപ്പെട്ട ആ കുട്ടിക്ക്, ആ അച്ഛനും അമ്മയ്ക്കും സംസാരശേഷിയില്ല. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ രമേശ് നല്ല പൈസ മേടിച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. സാമൂഹ്യ പ്രവർത്തകനായിരുന്ന തന്റെ മേൽ പോലീസ് മനഃപൂർവ്വം കേസുകൾ കെട്ടിവെക്കുകയാണെന്നും ഭദ്രാനന്ദ ആരോപിച്ചു. തന്നെ കൊലപ്പെടുത്താൻ RSSകാർ ശ്രമിക്കുകയാണ്.
കേരളത്തിലെ RSS BJP പ്രവർത്തകരുടെ കൃത്യവിലോപങ്ങൾക്കെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി അയക്കുന്നതാണ് തനിക്കെതിരെയുള്ള വിരോധത്തിന് കാരണമെന്നും ഹിമോൽ ഭദ്രാനന്ദ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കടുത്ത വരൾച്ചയുടെ പിടിയിലാണ് കാസർകോട്ടെ തുളുനാടൻ ഗ്രാമപഞ്ചായത്തായ മീഞ്ച. വില കൊടുത്തുപോലും കുടിവെള്ളം വാങ്ങേണ്ട സ്ഥിതിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. പരിമിതമായ ബദൽ സംവിധാനങ്ങൾ അധികൃതർ ഏർപ്പെടുത്തിയെങ്കിലും പ്രശ്നപരിഹാരമാകുന്നില്ല. കർണാടക അതിർത്തി പ്രദേശമാണ് കാസർഗോഡ് മീഞ്ച ഗ്രാമപഞ്ചായത്ത്. ആദിവാസികളും കർഷക തൊഴിലാളികളുമായ ദരിദ്ര ജനവിഭാഗങ്ങളാണ് കുടിവെള്ള പ്രശ്നത്തിന്റെ പ്രയാസം ഏറെ അനുഭവിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് മുമ്പ് നടപ്പാക്കിയ ജലവിതരണ പദ്ധതിയിൽ പോലും വെള്ളമില്ല. പഞ്ചായത്ത് വക കിണറുകളും വറ്റിവരണ്ടും. വരൾച്ച രൂക്ഷമായതിനെ തുടർന്ന് കുടിവെള്ളം എത്തിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ ജലവിതരണ സംവിധാനവും പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മിയാപദവ്, ബേറിക്ക, ചിഗുറുപാത, കുളൂർ എന്നിവിടങ്ങളിലെല്ലാം കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. 5 കിലോമീറ്റർ നടന്നുകൊണ്ടാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഒരു 30 വീടുണ്ട് ഇവിടെ വെള്ളമില്ലാതെ ഭയങ്കര ക്ഷാമത്തിലുള്ളത്. ഇവിടെ കിണറുണ്ട്, വെള്ളമില്ല മാത്രം. ഇത് പോവത്ത് മാത്രമേ ഉണ്ട്. ഇത് വേണിക്കാല വരുമ്പോക്ക് ഒരു നവംബറിന് പിന്നെ വെള്ളം ആറുന്നു. ഞങ്ങൾക്ക് കുടിക്കാനും വെള്ളമില്ല. ഏറെ പുറത്തോട്ട് കൊണ്ടുവന്നത്. വെള്ളത്തിന്റെ സ്രോതസ് മുമ്പൊരു കുടിനീര് പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പൂർണ്ണമായിട്ടും നിന്നു. വെള്ളം ഇല്ല, ഇപ്പൊ വരുന്നില്ല. കിണറെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അതെ, ഞങ്ങള് 1000 ലിറ്റർ വെള്ളത്തിന് 550 രൂപ കൊടുക്കണം. ജലക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ ജലവിതരണ സംഭരണികൾ സ്ഥാപിച്ച് കുടിവെള്ളം എത്തിക്കാൻ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിച്ചുവെങ്കിലും ആവശ്യത്തിന്റെ 4/1 വെള്ളം പോലും എത്തിക്കാനാകുന്നില്ല. സാമ്പത്തിക ശേഷിയുള്ളവർ സ്വകാര്യ ജലവിതരണക്കാരെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ സാധാരണക്കാർക്ക് ആശ്രയം സർക്കാർ സംവിധാനം മാത്രം. നിലച്ചതും നിർമ്മാണത്തിലുള്ളതുമായ ജലവിതരണ പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.